Hello guys, welcome back to my channel. In this video I am going to share 10 tiny habits that can change your entire life. So habit number 1, morning journaling. അതായത് ഡെയിലി ഒരു 5 മിനിറ്റ് എങ്കിലും ഇന്നത്തെ ദിവസത്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, അതുപോലെ ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് തീർക്കാനുള്ളത്, പോസിറ്റീവ് സെൽഫ് അഫർമേഷൻസ്, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഒരു 5 മിനിറ്റ് എല്ലാ ദിവസവും ഡെയിലി രാവിലെ തന്നെ എഴുതുക. ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റിയും ഒരു പോസിറ്റിവിറ്റിയോടും കൂടി ഒരു ഡേ തുടങ്ങാനും അതുപോലെ തന്നെ ആ ഡേ ഫുള്ള് ആ ഒരു എനർജി നിലനിർത്താനും ഈ ഒരു ചെറിയൊരു സ്മോൾ ഹാബിറ്റ്സ്, അതായത് ഒരു 5 മിനിറ്റ് മതി, ഈ ഒരു ഹാബിറ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഹാബിറ്റ് നമ്പർ 2, ഡ്രിങ്ക് വാട്ടർ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബ്രീത്തിങ്ങിലൂടെയും സ്വെറ്റിങ്ങിലൂടെയും ഒക്കെ കുറേ വാട്ടർ നമ്മളെ ബോഡിയിൽ നിന്ന് ലോസ് ആവും. സോ ഒരു ഡീഹൈഡ്രേഷനോട് കൂടിയൊക്കെ നമ്മൾ എണീക്കുക. അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച പാട് വെള്ളം കുടിക്കുക. ഹാബിറ്റ് നമ്പർ 3, സെറ്റ് എ ഡെയിലി ലേണിംഗ് ഗോൾ. അതായത് എല്ലാ ദിവസവും ചെറുതാണെങ്കിൽ പോലും പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുക. നമ്മൾ ബ്രെയിനിനെ ആക്റ്റീവായിട്ട് നിർത്താനും അതുപോലെ തന്നെ ഒരു ലൈഫ് ലോങ് ലേണിംഗ് ഹാബിറ്റ് ബിൽഡ് ചെയ്യാനും ഈ ഒരു സ്മോൾ ഹാബിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിപ്പോൾ ഡെയിലി ഒരു ന്യൂ വേർഡ് പഠിക്കുന്നതാവാം, അല്ലെങ്കിൽ എക്സൽ, ക്യാൻവ പോലുള്ള എന്തെങ്കിലും ബേസിക് സ്കില്ല് ട്രൈ ചെയ്യുന്നതാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെയിലി എന്തെങ്കിലും പഠിക്കുക, അതാണ് നമ്മളെ ഗോള്. എന്നിട്ട് നമ്മൾ ഡെയിലി പഠിച്ച കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു ലേണിംഗ് ജേർണലിലോ എഴുതി വെക്കുക. ഹാബിറ്റ് നമ്പർ 4, ദ 10 മിനിറ്റ് സ്റ്റഡി ട്രിക്ക്. അതായത് നമുക്കിപ്പോൾ പഠിക്കാൻ തോന്നുന്നില്ല വിചാരിക്കുക, അപ്പോൾ നമ്മളോട് തന്നെ പറയാം, ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് പഠിച്ചു നോക്കാമെന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ പോയിരുന്ന് പഠിക്കാൻ തുടങ്ങുക. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ അധിക സമയത്തും നമ്മളെന്ത് ചെയ്യും, 10 മിനിറ്റും കഴിഞ്ഞിട്ട് പഠിക്കും. അതായത് ആ ഒരു നമ്മൾ 10 മിനിറ്റിൽ നമ്മൾ അവിടെ പോയിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോയിൽ കിട്ടിയാൽ പിന്നെ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് നിൽക്കും. അപ്പം പഠിക്കാനൊക്കെ തോന്നുന്നില്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ട്രിക്കാണിത്. സോ നെക്സ്റ്റ് ഹാബിറ്റാണ് മേക്ക് ടു ഡു ലിസ്റ്റ്. ഡെയിലി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വെക്കുക. ഇത് നമുക്ക് മറന്നു പോവാണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ ടാസ്കൊക്കെ ഓർഗനൈസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ടിക്കിടുമ്പോഴുള്ള ആ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്, അതൊക്കെയാണ് ഈ ടു ഡു ലിസ്റ്റിൻ്റെ മെയിൻ പർപ്പസ്. സോ ദ നെക്സ്റ്റ് ഹാബിറ്റ് ഈസ് ദ 5 മിനിറ്റ് റൂൾ. അതായത് ഒരു ടാസ്ക് ചെയ്യാൻ 5 മിനിറ്റിൽ കുറവ് ടൈമേ എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ആ ടാസ്ക് ചെയ്യുക. കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കാണ്ടിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഹാബിറ്റാണ് ഡെയിലി റീഡിങ്. റീഡിങ്ങിൻ്റെ ബെനിഫിറ്റ്സൊക്കെ ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ പറയാം. നമ്മളെ നോളേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് എക്സ്പീരിയൻസസ് കിട്ടും നമ്മൾ റീഡിങ് ചെയ്യുമ്പോൾ. അതായത് നമ്മൾ കുറേ ആൾക്കാരുടെ ജീവിതം ആണ് വായിക്കുന്നത്, അപ്പോൾ നമ്മൾ അതൊന്നും ജീവിക്കാതെ തന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ റീഡിങ്ങിലൂടെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാനും നമ്മളെ അറ്റൻഷൻ സ്പാന് ഇമ്പ്രൂവ് ചെയ്യാനും റീഡിങ് ഒരുപാട് സഹായിക്കും. സോ എന്തുകൊണ്ടും ഒരു ഗുഡ് ഹാബിറ്റാണ് റീഡിങ് എന്ന് പറയുന്നത്. ഇത് ടൈനി ഹാബിറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ 10 മിനിറ്റ് ടൈമർ വെച്ചിട്ട് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ 10 പേജസ് ഡെയിലി വായിക്കുക. ഹാബിറ്റ് നമ്പർ 8, ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിംഗ്. അതായത് ഡെയിലി നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 1 അല്ലെങ്കിൽ 3 കാര്യങ്ങൾ എഴുതുക. നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ് ഓർ അനുഗ്രഹങ്ങളൊക്കെ പറ്റി ആലോചിച്ച് എഴുതാൻ ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9th habit is phone free mornings. Don't start your day with someone else's life. Start with yours. രാവിലെ തന്നെ ഫോൺ ഉപയോഗിച്ചാൽ നമ്മൾ സ്ട്രെസ് ഇൻക്രീസ് ആവും, അതുപോലെ തന്നെ നമ്മളെ മൈൻഡ് രാവിലെ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആവും, ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ അത് ബാധിക്കും. ആൻഡ് ഓൾസോ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഇല്ലാതാക്കും. സോ അവോയ്ഡ് ഫോൺ ഫോർ 30 minutes ആഫ്റ്റർ വേക്കപ്പ്. The 10th and last habit is പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളെല്ലാവരും നമ്മളെപ്പറ്റി തന്നെ നെഗറ്റീവ് പറയാനും ഭയങ്കര ഉഷാറാണ്. നമ്മളങ്ങനാണ്, നമ്മളിങ്ങനാണ്, നമുക്കതില്ല ഇതില്ല, ഇങ്ങനൊന്നും പറയാണ്ട് ഇതിനെ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുക. എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ ചെയ്യാൻ പറ്റുക,
എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള എല്ലാ കഴിവുകളും എനിക്കുണ്ട്. ഞാൻ അടിപൊളിയാണ്. ഇങ്ങനെ വേണം നമ്മളോട് പറയാൻ. ഡെയിലി നമ്മൾ ഇതുപോലത്തെ പോസിറ്റീവ് ടോക്ക് നമ്മളോട് പറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അത് എത്രത്തോളം നമ്മളെ മാറ്റുമെന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.